എനിക്ക് 3 സെന്റ് വസ്തു പഞ്ചായത്തിൽ നിന്ന് തന്നതാ. അന്ന് ഞാൻ വീടിന് എഴുതി കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വീട് വസ്തുവിൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ എഴുതി വസ്തുവും മേടിച്ചത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷം ആകാൻ പോന്നു. ഇതുവരെ എനിക്ക് വീട് തന്നില്ല. ഞാനൊരു ഷെഡ് വെച്ച് അതിനകത്താണ് കിടന്നത്. ആദ്യം ഇരുന്ന ഗ്രാമസേവി എന്നോട് പറഞ്ഞ് ഇത് പൊളിച്ചിട്ട് ചെന്നാലേ എനിക്ക് വീട് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ അങ്ങനെ നിർത്തിക്കൊണ്ട് തരാൻ പറ്റത്തില്ല. അത് വലിച്ചു പൊളിച്ച് കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഞാൻ വീടിന് എഴുതി ഞാൻ കുഴഞ്ഞു. ഞാൻ പഞ്ചായത്ത് തോറും കയറി ഇറങ്ങി കളക്ടറേറ്റിൽ പോയി എല്ലാം ചെയ്ത്, എന്നിട്ട് എനിക്ക് വീട് കിട്ടുന്നില്ല. അതിന് പുറകിന് കൊടുത്തവർക്കെല്ലാം വീട് കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ പ്രസവിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് കയറി കിടക്കാനൊരിടവില്ല. ഞാൻ കൂട്ടുവീട്ടിൽ കിടക്കുന്നതിനൊക്കെ ഇപ്പം കിടക്കുന്നത് തന്നെ. ഇപ്പോഴും ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ആ വീട് ഇനിയും താമസം എടുക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ഇനിയിപ്പോൾ എവിടെ പോയി കിടക്കണ്ടെന്ന്? ഗ്രാമസേവ പറഞ്ഞിട്ടില്ല ഇത് പൊളിച്ചിട്ടത്. എനിക്ക് വീട് വേണ്ട. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് തരത്തില്ലെങ്കിൽ അത് പറയാൻ ഒഴിയണം. അതുമില്ല. ലൈവിൻ്റെ എന്ന് പറഞ്ഞ് എന്നെ ഇട്ടങ്ങും മണ്ടം കളിപ്പിക്കുക. ഇതിപ്പോഴും ചെന്നപ്പോൾ ലിസ്റ്റിൽ പേരുണ്ട്. SC ആയിട്ട് ഈ 4-ാം വാർഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എളമ്പള്ളി പഞ്ചായത്തിനകത്ത് 4-ാം വാർഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ SC ആയിട്ട്. ബാക്കി എല്ലാം ജനറലാണ്. എന്നിട്ട് SC-ക്കാർക്ക് വീടില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനൊക്കും? നമുക്കിപ്പോൾ വേറെ ഒന്നും വേണമെന്നില്ല. നമുക്ക് വീട് ഒരിക്കൽ കിടക്കാനൊരു ഇടം മതി. അവർ തന്ന വസ്തുവാണ്. അതിനകത്തൊരു വീട് വേണം എനിക്ക്. അല്ലാതെ എനിക്ക് വേറെ ആരുടെ അടുത്തും പോയി തൊഴാനും പിടിക്കാനും ഒന്നും എനിക്കറിയത്തില്ല. വീടിന് നടന്ന് കുഴഞ്ഞു. ഒരു കക്കൂസിന് എഴുതി കൊടുത്ത് അതിന് നടന്ന് അവസാനം ഞങ്ങൾ സ്വന്തം പൈസയുടെ പുറത്ത് ഞങ്ങൾ കക്കൂസും കെട്ടി. എന്നിട്ടും വീടില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഇനി എങ്ങനെ കിടക്കുന്ന എവിടാ? ഇതിനെയും കൊണ്ട് ഈ പെറ്റി കിടക്കുന്ന പെങ്കൊച്ചിനെയും കൊണ്ട് എനിക്ക് വേറെ എവിടെയെങ്കിലും പോകാൻ ഒക്കുമോ? മെമ്പറോട് ഇന്നലെ ചെന്ന് ചോദിച്ചപ്പോൾ മെമ്പർ പറയുന്നത് അത് ഇനിയും താമസം എടുക്കും ചേച്ചി. ഇപ്പം ഞങ്ങൾ എന്തായാലും കിട്ടിയാൽ ഉടനെ തന്നെ ചേച്ചിക്ക് തരും. ഞങ്ങൾക്കത് ആർക്കും മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല എന്നാ മെമ്പർ പറയുന്നത്. അല്ല എന്നാൽ പിന്നെ മെമ്പർ പറഞ്ഞൂടെ എനിക്ക് വീടില്ല, അതിന് പഞ്ചായത്തിൻ്റെ എങ്കിലും എനിക്ക് തരാൻ നോക്കണം. അതുമില്ല. ലൈവിൻ്റെ ആണെന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ഞാൻ മുഖ്യമന്ത്രിയുടെ നമ്പർ വരെ ഞാൻ ഓരോരുത്തരടുത്തും ചോദിച്ച്, എങ്കിൽ അങ്ങനെയെങ്കിലും ഞാൻ വിളിച്ച് പറഞ്ഞെനിക്ക് വീട് മേടിക്കാമെന്ന് പറഞ്ഞു. അത് ആരും അന്നേരം നമ്മുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നു മെമ്പറെ ഇതൊന്നും മുഖ്യമന്ത്രിയുടെ വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്ത് ചാനലുകാരെ വിളിച്ച് നിങ്ങൾ കൊടുക്ക്, അപ്പം മുഖ്യമന്ത്രി കണ്ടോളും, അതിന് വേണ്ട നടപടി മുഖ്യമന്ത്രി എടുത്തോളൂ എന്നാണ് പറയുന്നത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.